ശബരിമലയിലെ രുദ്രാക്ഷമാലയും യോഗദണ്ഡും സംബന്ധിച്ച് എ പത്മകുമാർ പറഞ്ഞത് ശരിയെന്ന് നിർമ്മാണ പ്രവർത്തികൾ നടത്തിയ അശോകൻ. രുദ്രാക്ഷമാലയും യോഗദണ്ഡും പുറത്തേക്ക് കടത്തിയിട്ടില്ല. രുദ്രാക്ഷമാലയും യോഗദണ്ഡും സന്നിധാനത്ത് വെച്ച് തന്നെ അറ്റകുറ്റപ്പണികൾ നിർവഹിച്ചു. എ പത്മകുമാർ വിഷയത്തിൽ തെറ്റ് ചെയ്തിട്ടില്ല എന്നും അശോകൻ പറയുന്നു. ഭവനോട് പപ്പൻചേട്ടൻ പറഞ്ഞ പ്രകാരം ഞങ്ങളവിടെ ചെല്ലുകയും യോഗദണ്ഡ് എടുത്ത് നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അത് അവിടെ വെച്ച് തന്നെയാണ് അത് വർക്ക് ചെയ്തത്. അതായത് സന്നിധാനത്ത് തന്നെ, അത് അവിടുത്തെ സന്നിധാനത്തെ റൂമിൽ കൊണ്ടുവന്ന് ഓഫീസേഴ്സ് എല്ലാം ചുറ്റിനുണ്ടായിരുന്നു. അവരെല്ലാം ഇരിക്കാൻ ഞങ്ങൾ താഴെ ഇരുന്ന് യോഗദണ്ഡിൻ്റെ അളവെടുത്ത്, അതായത് അതിൻ്റെ തിക്നെസ് നമ്മൾ എടുത്തു, പേപ്പറിൽ കട്ട് ചെയ്തെടുത്തിട്ട് പഴയ അത് ഗോൾഡ് ഓരോ റിങ് ആയിട്ടായിരുന്നു നേരത്തെ ഗോൾഡ്, അതെല്ലാം ഇളകിയതായി അതെല്ലാം തിരിച്ച് അവിടെ തന്നെ നമ്മൾ അന്നേരം തന്നെ ഏൽപ്പിച്ചു. തിരിച്ച് വീണ്ടും അവിടെ ചെന്ന് അവിടെ വെച്ച് തന്നെ അതെല്ലാം ക്ലിയർ ചെയ്ത് കൊടുത്തു. അത് മാല ഭസ്മമല്ല, കംപ്ലീറ്റ് ഭസ്മം പൊതിഞ്ഞായിരുന്നു ഇരുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മളത് അവിടെ വെച്ച് തന്നെ വാഷ് ചെയ്ത് തിരിച്ച് അവിടെ തന്നെ ഏൽപ്പിച്ചു. റൂമിൽ വെച്ച് തന്നെ, അവിടുത്തെ സന്നിധാനത്തെ റൂമിൽ വെച്ച്. ഒരു കാരണവശാലും അത് നമ്മൾ കൊണ്ടുപോയിട്ട് നമുക്കത് അവിടെ വെച്ച് തന്നെ തന്നിട്ടുള്ളല്ലോ. അത് അന്നേരം തന്നെ അത് പിന്നെ വാഷ് ചെയ്ത് അവിടെ വെച്ച് തന്നെ വാഷ് ചെയ്ത് നമ്മൾ കൊടുക്കുമായിരുന്നു, തിരിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. സുജു ടി ബാബു ചേരുന്നുണ്ട് വാർത്താ വിശദാംശങ്ങളുമായി. സുജു, അതായത് പത്മകുമാർ ആ സമയത്ത് ദേവസ്വം പ്രസിഡന്റായിരുന്ന സമയത്തുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും ശബരിമലയിലെ രുദ്രാക്ഷമാലയും യോഗദണ്ഡും പുറത്തേക്ക് പോയിട്ടില്ല എന്ന് പത്മകുമാർ പറഞ്ഞിരുന്നു. അത് ശരിവെക്കുന്നതാണ് ഇപ്പോൾ അശോകന്റെ വാക്കുകൾ. എങ്ങനെയാണ് വിവരങ്ങൾ? ഭദ്ര, ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിൽ അശോകൻ ആ സമയത്ത് നവീകരണ പ്രവർത്തനം നടത്തിയ പത്തനംതിട്ട കോഴഞ്ചേരി പമ്പ ജ്വല്ലറിയുടെ ഉടമയാണ് അശോകൻ പറയുന്നത് ഈ യോഗദണ്ഡും ഈ രുദ്രാക്ഷമാലയും ശബരിമല സന്നിധാനത്ത് നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയിട്ടില്ല. ഇവിടെ ആരോപണം വരുന്നത് പത്മകുമാറിൻ്റെ മകനാണ് ഇതിനെ നവീകരണ പ്രവർത്തനത്തിന് ദേവസ്വം ബോർഡ് ഏൽപ്പിക്കുന്നു. ആ ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവ് ഏറ്റുപിടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഉത്തരവിനെയാണ് വ്യാഖ്യാനിച്ചുകൊണ്ട് പത്മകുമാർ ഏതോ വലിയ പാതകം ചെയ്തു എന്ന തരത്തിൽ വാർത്തകൾ സൃഷ്ടിക്കപ്പെടുന്നു. ഇവിടെ പത്മകുമാർ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഇതിൽ ഒരു കൃത്രിമവും നടന്നിട്ടില്ല. യോഗദണ്ഡും അതേപോലെ തന്നെ രുദ്രാക്ഷമാലയും അത് ശബരിമല സന്നിധാനത്ത് വെച്ച് തന്നെയാണ് അതിൻ്റെ നവീകരണം നടത്തുന്നത്. അതിന് ഇപ്പോൾ അശോകൻ ചില ചിത്രങ്ങളും ഹാജരാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ അശോകൻ്റെ അനുബന്ധിച്ച് ചില ചിത്രങ്ങളും പുറത്തു വരുന്നുണ്ട്. ആ ചിത്രത്തിൽ ഈ പത്മകുമാറും അശോകൻ്റെ സഹോദരനും മറ്റ് ദേവസ്വം ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ ശബരിമലയിൽ വെച്ച് തന്നെ നവീകരണ പ്രവർത്തനം നടത്തും. അങ്ങനെയെങ്കിൽ അവിടെ എങ്ങനെയാണ് ഒരു കൃത്രിമം നടത്തുന്നത്, തെറ്റായ പ്രവർത്തനം നടത്തുന്നത്? ഒരു കാരണവശാലും ഇത് പുറത്തു കൊണ്ടുപോയിട്ടില്ലെന്ന് അശോകൻ പറയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പത്മകുമാർ മകന് ഇത് നവീകരണ പ്രവർത്തനം അനുവദിച്ചുകൊണ്ട് ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവ് ഇറങ്ങിയെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇതിൽ ഒരു ദുരുദ്ദേശമോ അല്ലെങ്കിൽ ഒരു ക്രമക്കേടോ നടത്താനാണെങ്കിൽ മകൻ്റെ പേരിൽ ഉത്തരവിറക്കി ക്രമക്കേട് നടത്തുമെന്ന ചോദ്യവും വളരെ പ്രസക്തമാണ്. മറ്റൊരു തേർഡ് പാർട്ടിയും കൊണ്ട് ഇത് പുറത്തേക്ക് എത്തിച്ച ശേഷം അതിൽ ഏതെങ്കിലും തരത്തിൽ ഒരു കൃത്രിമം കാട്ടണമെങ്കിൽ അങ്ങനെ കാട്ടിയാൽ മതി. ഇവിടെ അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ പത്മകുമാർ തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് അശോകൻ പറയുന്നത്. ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ അത്തരത്തിലാണ് ഇതിനെ പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ യോഗദണ്ഡും രുദ്രാക്ഷമാലയും ഈ സന്നിധാനത്ത് തന്നെ വെച്ച് നവീകരണ പ്രവർത്തനം നടത്തുമ്പോൾ അവിടെ വെച്ച് മറ്റൊരു അട്ടിമറിയുടെയോ ക്രമക്കേടിൻ്റെയോ സാധ്യത ഉയരുന്നില്ലെന്നും പ്രധാനപ്പെട്ടതാണ്. മാത്രമല്ല അശോകൻ തിരികെ നൽകിയ, അല്ലെങ്കിൽ അവിടെ വെച്ച് തന്നെ ഈ നവീകരണ പ്രവർത്തനം നടത്തിയ ഈ യോഗദണ്ഡും അതുപോലെ തന്നെ രുദ്രാക്ഷമാലയും ശബരിമല സന്നിധാനത്ത് തന്നെയുണ്ട്. ജസ്റ്റിസ് KT ശങ്കരൻ്റെ പരിശോധനയിൽ ഈ കാര്യങ്ങളൊക്കെ കൂടുതൽ വ്യക്തമാവുകയും ചെയ്യും. ഈ ഘട്ടത്തിലാണ് മാധ്യമ വാർത്തകളെ ആകെ തള്ളിക്കൊണ്ട് അശോകൻ ഇപ്പോൾ ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കൈരളി ന്യൂസിനോടാണ്. ശരി, സുജു ടി ബാബുവാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.